പ്രവീണിൻ്റെ വീഡിയോ വന്നപാടെ പ്രണവിനെ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കുകയാണ് മലയാളികളെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഇൻസ്റ്റഗ്രാമിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ തന്നെ പ്രണവിനെ അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രണവ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ പ്രവീണിൻ്റെ കൊച്ചിനെയും പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് പ്രണവ് പങ്കുവച്ചിരിക്കുന്നത്. ഈ ഫോട്ടോ പ്രണവ് പങ്കുവച്ചിട്ട് കുറച്ച് നാളായി. എന്തായാലും ആദ്യത്തെ നാളുകളിൽ, പ്രത്യേകിച്ച് ആദ്യത്തെ 2 ദിവസങ്ങളിൽ മികച്ച അഭിപ്രായങ്ങൾ ഫോട്ടോയ്ക്ക് താഴെ വന്നിരുന്നു. മികച്ച കമൻറ്റുകളാണ് വന്നിരുന്നത്. ഇവരുടെ സ്നേഹം കണ്ടുപഠിക്കണം, നല്ല സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ കമൻറ്റുകളുടെ സ്വഭാവം പെട്ടെന്ന് പ്രവീണിൻ്റെ അൺമാസ്കിംഗ് വീഡിയോ വന്നതിന് ശേഷം മാറുകയായിരുന്നു. അപ്പോഴാണ് പ്രണവിൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ തനി നിറം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത്. ഓടിത്തന്നെ പ്രണവിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ കയറി കമൻറ്റ് ചെയ്തിരിക്കുകയാണ് ആളുകൾ. എന്തൊരു അഭിനയമാണ്! എല്ലാ തരത്തിലുമുള്ള റെസ്പെക്റ്റ് നിങ്ങൾക്ക് മേലുണ്ടായിരുന്നു, അതെല്ലാം നിങ്ങൾ കൊണ്ട് നശിപ്പിച്ചു. നിങ്ങൾ ശരിക്കും അഭിനയിക്കേണ്ടത് സിനിമയിലാണ്. സിനിമയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവസരം കിട്ടും തുടങ്ങി നിരവധി കമൻറ്റുകളാണ് പറയുന്നത്. മാത്രമല്ല, എന്തൊരു തരത്തിലുള്ള അഭിനയമാണ് ഈ ജീവിതത്തിലൊക്കെ കാഴ്ചവെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രണവിനെ കളിയാക്കിക്കൊണ്ടാണ് നിരവധി കമൻറ്റുകളും വരുന്നത്. പ്രണവിനെ സംബന്ധിച്ചിടത്തോളം പ്രണവ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് തന്നെ പറയണം. കാരണം പ്രണവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലാണ്. അതിലേക്ക് ആദ്യമായി ഒരു ലെങ്തി എക്സ്പ്ലനേഷൻ വീഡിയോ അച്ഛനെയും അമ്മയും ഇരുത്തിക്കൊണ്ട് കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തതുകൊണ്ടാണ് പ്രണവ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കണം. കാരണം സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിഷേധം ഏറ്റുവാങ്ങാനുള്ള ധൈര്യവും ആരോഗ്യവും പ്രണവിനിപ്പോൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തൻ്റെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ ആ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്യേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ അതിലെന്തോ പേടിയുള്ളത് കൊണ്ടാണ്, അതിലെന്തോ ഭയമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആരെയാണ് ഈ പേടിക്കുന്നത് തുടങ്ങി നിരവധി സംശയങ്ങളും അതോടൊപ്പം തന്നെ സ്വാഭാവികമായും ഉയരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെയായാലും പ്രണവിനും കുടുംബത്തിനും സംഭവിച്ചിടത്തോളം പ്രവീൺ കൊടുത്ത ഒരു തിരിച്ചടി അത് ആ വേദനയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് കിട്ടേണ്ട മാനുഷികമായ പരിഗണന പോലും കിട്ടാതെയാണ് പ്രവീണും ഭാര്യയും ജീവിച്ചു കൊണ്ടിരുന്നത്. ആ നടുക്കുന്ന, ആ ഞെട്ടിപ്പിക്കുന്ന വേദന തന്നെയാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, എല്ലാ ജനങ്ങളെയും പ്രേക്ഷകരെയും സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറുന്നതും സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യുന്നത്. എന്തായാലും പ്രണവിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ മൊത്തം